വയനാട് പനമരം കുറുമ്പാലക്കോട്ടയിൽ ആദിവാസി കുടുംബം അനുഭവിക്കുന്ന ദുരവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. 24 വാർത്തയെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. വയനാട് ജില്ലാ കളക്ടറും ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറും 15 ദിവസങ്ങൾക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം. 24 ബിഗ് ഇമ്പാക്ട് സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സുർജിത്ത്. ഇത് ഇങ്ങനെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനം എന്നുള്ള ഖ്യാതിയിലേക്കൊക്കെ നമ്മൾ ഉയരുമ്പോഴും ഇത്തരത്തിലുള്ള കുറേ ജീവിതങ്ങളുണ്ട് എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരവസ്ഥയാണ് നമ്മൾ അമ്പലംകുന്ന് ഉന്നതിയുമായി ബന്ധപ്പെട്ട് കാണിച്ചത്. അതിൽ 22 പേരടങ്ങുന്ന കുടുംബം, ആ കുടുംബം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ താമസിക്കുന്നു. മാത്രമല്ല അവിടുത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പോലും ലഭിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് മറ്റൊരു ദുരവസ്ഥയാണ്. ഏത് നിമിഷവും അടർന്നു വീഴാവുന്ന പാറകൾ, അതിന് നടുക്ക് ആയിട്ടാണ് ഈ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായിട്ടുള്ള വീടുള്ളത്. അതിന്റെ ചുവര് നശിച്ച വിധത്തിലാണ്. ഇത്തരത്തിൽ വലിയ ഒരു ജീവിതം, വല്ലാത്തൊരു ജീവിതം നയിക്കുന്ന ഒരു ദുരവസ്ഥ. അത് നമ്മൾ അവരുടെ പ്രതികരണം അടക്കം വെച്ചുകൊണ്ട് നമ്മൾ കാണിച്ചു. 10 പേരടങ്ങുന്ന 10 പേരാണ് ആ റേഷൻ കാർഡിലുള്ളത്. അവരുടെ മക്കളും ശോഭാ ചന്ദ്രൻ ദമ്പതികളുടെ മക്കളും അവരുടെ മരുമക്കളും അവരുടെ കുട്ടികളും ഒക്കെ ആയി അങ്ങനെ 22 പേരടങ്ങുന്ന കുടുംബമാണിത്. എന്നിട്ട് പോലും ഒരു നടപടിയും ആരുടെ ഭാഗത്തും ഉണ്ടാകുന്നില്ല. ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയത്. ആ വാർത്തയിലാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നതിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ തന്നെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കമ്മീഷൻ അംഗം, ജുഡീഷ്യൽ അംഗമായിട്ടുള്ള കെ ബൈജുനാഥാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറോടും ജില്ലാ കളക്ടറോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഇതിന് മുകളിൽ ഒരു അന്വേഷണം ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ആ അന്വേഷണം ഉണ്ടായി നടപടിയാണ് ഉണ്ടാകേണ്ടത്. ആ കുടുംബത്തിനെ മാറ്റാൻ വേണ്ടി അത് പ്രത്യേക പാക്കേജോ മറ്റോ വേണ്ടിവരും. കാരണം അവിടേക്ക് എത്താനുള്ള വഴി പോലും ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അവിടേക്ക് സാധന സാമഗ്രികൾ എത്തി ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത്. പക്ഷേ അവിടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ തന്നെ വലിയ സാമ്പത്തിക ബാധ്യത വേണ്ടിവരും എന്നുള്ളതാണ്. അതുകൊണ്ട് ലൈഫ് പദ്ധതിയുടെ തുകയൊന്നും പ്രായോഗികമല്ല. പ്രത്യേക പാക്കേജ് തന്നെ വേണ്ടിവരും. അവരെ പൂർണ്ണമായും പുനരധിവസിക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യമാണ് ഉയരുന്നത്. നേരത്തെ ഇന്നലെ തന്നെ ഇതേ ഷോയിൽ തന്നെയാണ് നമ്മൾ സി കെ ജാനുവിന്റെ പ്രതികരണം വന്നത്. അതിൽ കൃത്യമായ രീതിയിൽ അവർക്ക് ഒരു പാക്കേജ് തന്നെ വേണമെന്നുള്ള ആവശ്യം സി കെ ജാനുവോടൊക്കെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.